എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. എല്ലാവരും ക്രിസ്മസിൻ്റെതായ തിരക്കിലായിരിക്കുമെന്നറിയാം. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ക്രിസ്മസ് വന്നപ്പോൾ നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരുമല്ലോ. എത്ര സന്തോഷമായിരുന്നെന്നറിയാമോ. ഇന്നിപ്പോൾ ക്രിസ്മസ് വന്നിട്ടും വീടുകളിലൊക്കെ ആരുമില്ല. അന്ന് 5-6 മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ട്രീ ഒക്കെ വെക്കാനായിട്ട് ഞങ്ങൾ തന്നെയാണ് കുറേ പിള്ളേരൊക്കെ ആയിട്ട് കടപ്പുറത്ത് പോകുമെന്ന്. ഫോട്ടോച്ചി കടപ്പുറത്ത് പോയി. അവിടെ നല്ല മണ്ണാണ്, കടപ്പുറം മണ്ണ്, നല്ല വെള്ള മണ്ണാണ്. ഇന്നിപ്പോൾ ചെളി മണ്ണാണ് അവിടെ ഉള്ളത്. അപ്പം ആ മണ്ണൊക്കെ എടുത്തുകൊണ്ട് ചാക്കിൽ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടി കൊണ്ടുവരും. അതൊക്കെ ഒരു രസമായിരുന്നു. എല്ലാവരും കൂടി ട്രീ ഒരുക്കലും ഒക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. അന്നിങ്ങനെ മൊബൈലിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, മൊബൈലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അന്നേരം ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാവരും ഉണ്ട്. ഇന്നത്തെ കാലം പോലെ തന്നെ അന്ന് പക്ഷേ ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഒരു ആൺപിള്ളേരും പെൺപിള്ളേരും ഒന്ന് ഫ്രണ്ടായി കഴിഞ്ഞാൽ തന്നെ അവർ ടൂർ പോക്കും അവർ പോകാത്ത സ്ഥലങ്ങളുണ്ടാവില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് ഇപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു ഇഷ്ടമൊക്കെ ആയെങ്കിൽ നമുക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. എവിടെ പോകണമെങ്കിലും കറക്റ്റ് സ്ഥലങ്ങളും എല്ലാം പറഞ്ഞിട്ട് വേണം നമുക്ക് പോകാനൊക്കെ. ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്നിപ്പോൾ മക്കളൊക്കെ ഇഷ്ടമുള്ള പോലെ ഇറങ്ങി പോണേണ്. അന്നൊക്കെ അങ്ങനെയൊന്നും നടക്കൂല. അപ്പോൾ ഒരു ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ അപ്പച്ചൻ വീടിൻ്റെ വാതിക്കയിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ എന്നോടൊരു പയ്യന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ പയ്യൻ കൊണ്ടുവന്ന് അന്ന് ക്രിസ്മസിൻ്റെ ഇതുണ്ടല്ലോ, നമ്മുടെ ക്രിസ്മസ് കാർഡ് കൊടുക്കലുണ്ടല്ലോ. അപ്പോൾ വീടിൻ്റെ വാതിക്കൽ അപ്പച്ചൻ നിൽക്കണത് കണ്ടില്ല. ആ പയ്യൻ ആ ക്രിസ്മസ് കാർഡ് എടുത്ത് വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇത് മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കണേന്. ഞങ്ങൾക്ക് ചിരിയും തന്നെ. അപ്പച്ചനെ ഇത് കണ്ടിട്ടില്ല, വീഴണത് ശ്രദ്ധിച്ചിട്ടില്ല, അവിടെ കിടക്കണേ. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അപ്പച്ചൻ അവിടെ നിന്ന് മാറിയിട്ട് വേണം ഈ കാർഡ് എടുക്കാൻ. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഇങ്ങനെ കാത്തിക്കണം. അപ്പം അയ്യോ അപ്പച്ചൻ കാണല്ലേ എന്നായിരുന്നു. അങ്ങനെ അപ്പച്ചൻ മാറിയപ്പോൾ തന്നെ ആ കാർഡ് എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ ഒരു സന്തോഷമാണ്. ഇന്നത്തെ പിള്ളേർക്ക് ഇതുപോലെയൊന്നും പറയാനുണ്ടാവില്ല. അവർക്ക് ഈ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലായിടത്തും പോയും പിടിച്ചും. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇപ്പം. പണ്ടങ്ങനെയല്ല. അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയണ, അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ അപ്പോൾ ക്രിസ്മസ് വന്നപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഓർക്കും. അപ്പോൾ എൻ്റെ ഈ വർത്താനം എല്ലാം കേട്ട് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇത് പഴയതൊക്കെ പറയാൻ നമുക്ക് ഇങ്ങനെയെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് അവർക്ക്? അപ്പം ശരി.